അടിസ്ഥാനപരമായി മലയാള കവിത വിശേഷിച്ചും ചൊല്ലൽ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചൊല്ലപ്പെടുന്ന കവിതയാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു കവിത ജനിച്ച് അതിങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ മൂല്യത്തിലെത്തിപ്പെടുന്നത് അത് ആരെങ്കിലും ചൊല്ലുമ്പോഴാണ്. അത് കവി തന്നെ ചൊല്ലണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അതിൻ്റെ ആയുസ് പക്ഷേ നിശ്ചയിക്കുന്നത് ആ കവിതയുടെ കാമ്പായിരിക്കും, ഉൾക്കാമ്പായിരിക്കും. അങ്ങനെ ആയുസ് കൂടുതലുള്ള കവിതകൾ ഒരുപാട് കാലത്തെ അതിജീവിച്ച് ചൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മളെ ഇപ്പോഴും നേരത്തെ അദ്ദേഹം ഓരോ സൂചകങ്ങൾ നൽകിയതുപോലെ നമ്മളെ ഇങ്ങനെ വീണ്ടും ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടേ നമ്മുടെ ദുഃഖങ്ങളിലോ സന്തോഷത്തിലോ ഒറ്റപ്പെടലിലോ ഒക്കെ നമ്മളെ കൂടെ നിന്നുകൊണ്ട് അതിങ്ങനെ കാലാതിവർത്തിയായി ജീവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കാളിദാസൻ്റെ വരികളെ അദ്ദേഹം പറയുമ്പോൾ, കാളിദാസൻ ജീവിച്ചിരുന്ന കാലത്ത് 18 കവികൾ വേറെയും ഉണ്ടല്ലോ. അവരുടെ ഒരു വരിയും നമ്മളിപ്പോഴും വർത്തമാനം പറയുന്നില്ലല്ലോ. അപ്പോൾ അത് ആയുസ് കൂടി ആ കവിതയ്ക്ക്. അത് കാര്യം തലമുറകളിലൂടെ അത് ചൊല്ലപ്പെടാൻ അർഹത ഉണ്ടായിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന് ആയുസ് കൂടി. എന്നാൽ ചൊല്ലുന്ന എല്ലാ കവിതയ്ക്കും ഈ ആയുസ് കിട്ടണമെന്നില്ല. വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് ആയുസ്സുണ്ടായി, കൂടുതലുണ്ടായി. ആ കാലഘട്ടത്തിൽ അതേ സമയത്തുണ്ടായ പല കവിതയ്ക്കും ആ ആയുസ്സുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ട്. ഓരോ തലങ്ങൾക്കനുസരിച്ച് അക്കാദമിക്കായും അല്ലാതെയും വരുന്നുണ്ട്. എങ്കിലും സാധാ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കവിത എത്തിപ്പെടുന്നതിൻ്റെ ഒരു ആയുസ് അതിൻ്റെ ചൊല്ലലുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ടാണ് വാഴക്കുല അതിജീവിക്കുന്നത്. ചങ്ങമ്പുഴയുടെ കാലത്ത് കവിത ഇഷ്ടം പോലെ ധാരാളം വേറെ ആളുകൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് പല അർത്ഥത്തിലും. അപ്പോൾ അതുകൊണ്ട് ആ ധാര വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മാധ്യമമായി ഞാൻ കാണുന്നത് എൻ്റെ ചൊല്ലലിനെയാണ്. അതുകൊണ്ട് തന്നെ വർത്തമാനങ്ങൾ കൂടുതൽ സാധാരണ സംഭവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ചൊല്ലലിനൊരു പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ഞാൻ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്നൊരു കവിത 1999 ഞാൻ എഴുതി. 99 എഴുതുന്നതിന് കാരണം ഞാൻ SMV സ്കൂളിൽ രാവിലെ പഠിപ്പിക്കാൻ വരുമ്പോഴേ അന്നത്തെ പത്രത്തിൽ അതിൻ്റെ തലേ ദിവസം ഞാൻ കണ്ടതാണ്. പത്രവും കൂടെ കണ്ടപ്പോൾ വേദന കൂടി. രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വെറുതെ ന്യൂസ് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ സൂര്യ TV-യിലെ ഒരു സ്ക്രോളിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്നത് വ്യക്തമല്ലാത്തൊരു വീഡിയോ ആണ്. അതിൽ എഴുതി കാണിക്കുന്നത് തിരുവനന്തപുരത്ത് പത്മതീർത്ഥ കുളത്തിൽ കുളം കാവൽക്കാരനും മാനസിക വിഭ്രാന്തി പിടിപെട്ട ഒരാളും തമ്മിൽ കലഹിക്കുന്നു എന്നാണ്. അപ്പം നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനതെന്താണെന്ന് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഒരു ആളകത്ത് കിടന്ന് നീന്തുന്നു ആ കുളത്തിൽ, വേറൊരാൾ പുറത്തുനിന്ന് എന്തൊക്കെയോ ബഹളം വയ്ക്കുന്നു പടിയിൽ നിന്ന്. പതുക്കെ ഈ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് കാണിക്കുമ്പോൾ ആളുകൾ അന്നത്തെ ഈ വിജയ് സൂപ്പർ പോലത്തെ സ്കൂട്ടറുകളാണ്. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. അന്ന് ചാനലുകൾ വളരെ കുറവാണ്. അന്ന് മൊബൈൽ ഫോണില്ല, വേറൊന്നുമില്ല. അന്നത്തെ ചെറിയ സ്കൂട്ടറുകളാണ്, അന്നത്തെ അംബാസഡർ കാറുകളുമാണ്. അപ്പോൾ സ്കൂട്ടറുകൾ തട്ടി വെച്ചിട്ട് ആളുകളിങ്ങനെ അവിടുത്തെ അറിയാമല്ലോ ആ മതിൽ ഇങ്ങനത്തെ അതിലിങ്ങനെ ചാരി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇയാളിങ്ങനെ ആളുകളൊക്കെ കരഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. കാരണം ഇയാളുടെ ജോലി ഈ കുളം പരിശുദ്ധമാണെന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ പവിത്രത സൂക്ഷിപ്പുകാരനാണ് ഇയാൾ. അപ്പോഴാണോ ഒരുത്തൻ എങ്ങനെ അശുദ്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കയറ്റിവിടുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം കുറച്ച് കഴിയുമ്പോൾ പറയുന്നു പിടിച്ചു തള്ളുന്നു എന്ന്. അപ്പോൾ ഇയാളിങ്ങനെ എന്തോ കൊടുക്കുമ്പോൾ ഇയാൾ ഒറ്റപ്പിടി വെള്ളത്തിൽ വീഴണം മറ്റേയാൾ. അപ്പോൾ വീണ്ടും സ്ക്രോൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, മുക്കുന്നു എന്നാണ്. കുറെ കഴിയുമ്പം പറയുന്നു പിന്നെ കൊല്ലുന്നു, അല്ലെങ്കിൽ പിന്നെ നിശ്ചലമാകുന്നു എന്നെല്ലാം. ഈ സ്ക്രോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, മാറിക്കൊണ്ടേയിരിക്കണം സ്ക്രോൾ. ഞാൻ അപ്പോഴാലോചിച്ചത്, ഇത് എടുത്തുകൊണ്ട് നിൽക്കുന്നൊരു ക്യാമറ യൂണിറ്റ് ഉണ്ടല്ലോ, അവരാണല്ലേ ഇത് എടുക്കുന്നത്. അതിലെ ഒരു ലൈറ്റ് ബോയ് ഒരു കരിങ്കല്ലിൻ്റെ ചീളെടുത്തിട്ട് ഒറ്റ ഏറി ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിലും ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് പിടിവിടും. ഇയാൾ നീന്തി കയറുമായിരുന്നു, ഒരാളും ചെയ്യുന്നില്ല. അത് പകർത്തി അത് BBC ഒക്കെ ആർക്കോ വിറ്റു, പിന്നെ ആ ചാനൽ വലിയ തുകയ്ക്ക് വിറ്റു എന്നാണ് കേൾക്കുന്നത് അത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫയർഫോഴ്സുകാരൊക്കെ വന്ന് ഈ കയറ്റി വിടുമ്പോഴേ അയാളെ എല്ലാവരും കൂടി ഇടിക്കുന്നു. അതുവരെ മിണ്ടാതെ നോക്കിക്കൊണ്ടിരുന്ന കക്ഷികളെ. അപ്പോൾ ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സമൂഹം മാറുന്നത്. അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും ഫേസ്ബുക്കിലൊന്നും കണ്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥ,
അപ്പം ഞാനത് അന്ന് സ്കൂളിൽ പോകാൻ തോന്നിയില്ല. പക്ഷേ അത് ആ കവിത അപ്പോഴാണ് ഞാൻ എൻ്റെ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്നൊരു കവിത എഴുതിയത്. നിൽക്കുന്നു നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. കത്തിജ്വലിക്കാതെ സൂര്യൻ കരിമ്പട്ടു ചുറ്റി പതുങ്ങി ഒളിഞ്ഞു നിൽപ്പൂ, ഇത്തിൾ മരത്തിൻ്റെ കൊമ്പിൽ ബലിക്കാക്ക വറ്റുകൾ തേടിപ്പറന്നിറങ്ങി. പത്മമില്ല തീർത്ഥപുണ്യമില്ല ജലം, നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ, മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രൻ്റെ പിൻപറ്റിയോൻ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ, മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രൻ്റെ പിൻപറ്റിയോൻ. ചാരേ ഒരാൾ നിൽപ്പൂ ഏറെ കൃശഗാത്രൻ, ഭീതിയോടെങ്കിലും യാചിപ്പൂ സോദര പോരൂ വഴുക്കും പടികൾ കേറി. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നു തന്നിലേക്കെറ്റി വീഴ്ത്തുന്നു ബലിഷ്ഠകായൻ, ഇറ്റുനേരം കൊണ്ടു ചേറ്റിലേക്കാഴ്ത്തി തൻ നഗ്നപാദത്താൽ ചവിട്ടി നിന്നു. പച്ചജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. പച്ചജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. ആരോ പറയുന്നുണ്ടെന്തു ഭാഗ്യം, ലൈവ് കാണുവാനൊത്തതിന്നെൻ്റെ ഭാഗ്യം. എത്ര നേരം കുമിള പൊന്തുമെന്നെണ്ണുവാൻ കുട്ടികൾ മാത്സര്യമേറ്റിടുന്നു. കോളപ്പരസ്യത്തിനൊപ്പം ഈ പ്രേക്ഷകർ കോരിത്തരിക്കുമാ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. നിശബ്ദരായി കാഴ്ച കാണുവാൻ കൽപ്പിച്ചു നിൽക്കുന്നു നിശ്ചലം നിയമപാലർ. ഫയർഫോഴ്സ് വണ്ടിയിൽ അക്ഷമരായി രണ്ട് രക്ഷകർ തമ്മിൽ പിറുപിറുത്തു. ചാവാതിറങ്ങുവാൻ നിയമമില്ലെന്നെത്ര നേരമായി കാത്തിരിപ്പാണ് നാശം. തൊടിയിലായോടിക്കളിക്കുന്ന പൈതലെ, തൊടിയിലായോടിക്കളിക്കുന്ന പൈതലെ, പടിയിലായി കൺപാർത്തിരിക്കുന്ന പത്നിയെ, പാതിയിൽ നിർത്തിയ ജന്മകർമ്മങ്ങളെ പാടെ മറന്നുച്ഛ്വസിക്കാൻ മാത്ര കിട്ടാതെ ചേറിൽ പുതഞ്ഞു പാഴ്ജന്മം പൊലിഞ്ഞു പോയി. കത്തിജ്വലിക്കാതെ സൂര്യൻ കരിമ്പട്ടു ചുറ്റി പതുങ്ങി ഒളിഞ്ഞു നിൽപ്പൂ, ഇത്തിൾ മരത്തിൻ്റെ കൊമ്പിൽ ബലിക്കാക്ക വറ്റുകൾ തേടിപ്പറന്നിറങ്ങി. രാജപ്രതാപം മറന്ന മേത്തൻമണി വാതുറന്നൊച്ചയുണ്ടാക്കാതെ പൂട്ടി. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു, ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു. നിസ്വരായി നിസ്സംഗരായി ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു. നിസ്വരായി നിസ്സംഗരായി എന്നാണ് കവിത. അതായത് ഈ സൊസൈറ്റി എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് മാറുന്നത് എന്നതിൻ്റെ. അപ്പം ഞാൻ സത്യം പറയാൻ ഉദ്ദേശിച്ചത്,
ഈ കവിത ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിൽ വരുന്നത് ഈ രീതിയിലല്ലായിരുന്നു, ഞാനിപ്പോൾ ചൊല്ലുന്ന രീതിയിലല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു താളത്തിലാണ് നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നിത്താടി താങ്ങി ചുറ്റുമൊരായിരം കാണികൾ ഞാൻ ഉമങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. ഇങ്ങനെയാണ് ഞാൻ എഴുതിയത് സത്യത്തിൽ. പക്ഷേ ഞാൻ ആലോചിച്ചു, ഈ സത്യത്തിൽ ഈ കവിതയുടെ ശരീരം അതല്ല എന്ന്. ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരീരത്തിൽ അതിന് കൊടുക്കേണ്ട ബഹുമാനമെല്ലാം കൊടുത്ത് അതിന് ഉള്ളാവുന്ന വസ്ത്രമൊക്കെ ഇടിയിച്ച് ഒരാളിൻ്റെ മുന്നിൽ നമ്മളെ മകൾ അല്ലെ മാന്യമായി ഇങ്ങനെ പുറത്ത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണമെന്നൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു, ചുറ്റുമൊരായിരം കാണികൾ ഞാൻ ഉമങ്ങെത്തി നോക്കുന്നുണ്ട്, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ. അങ്ങനെ ചൊല്ലുമ്പോഴാണ് സത്യത്തിൽ ആ കവിതയോട് ആ കവിതയെ യഥാർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കുന്നത്. ഇപ്പം ചൊല്ലലെന്ന് പറയുന്നത് വലിയ ബ്ലെൻഡാണ്. അതൊരു സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒരു ബ്ലെൻഡാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇനിയും അതിനെ ആ ശാഖയെ വളരെ വ്യത്യസ്തമായും സവിശേഷമായും കണ്ടെത്തുകയും അതിനെ ജ്വലിപ്പിക്കുകയും നിലനിർത്തുകയൊക്കെ ചെയ്യേണ്ടതും മലയാള ഭാഷയും സാഹിത്യവും എല്ലാം സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഭാഷ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഭാഷയ്ക്ക് നല്ല പദവി കിട്ടിയാൽ നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പദവിയുള്ള ഭാഷയാണ് സംസ്കൃതം. ദേവഭാഷ എന്ന പദവിയുള്ള ഭാഷയാണ് സംസ്കൃതം. വല്ലയിടത്തും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? മലയാളത്തിന് മറ്റേ ക്ലാസിക്കൽ പദവി കിട്ടിയെന്ന് വെച്ചാൽ മലയാളം നിൽക്കുമോ? സാധാരണ മനുഷ്യന് തോന്നണം, എൻ്റെയും കൂടെയാണ്, എനിക്കും കൂടെ എൻ്റെ ദുഃഖത്തിൽ ചൊല്ലാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം തരുന്ന, എനിക്ക് തന്നെ സ്വയം ആശ്വസിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ടെന്നൊരു തോന്നലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചുവരേ ഉണ്ടാവില്ല. ചുവരുണ്ടെങ്കിലല്ലേ പ്രിയപ്പെട്ടവരെ ചിത്രം വരയ്ക്കുവാൻ കഴിയൂ. നമ്മുടെ മക്കളിൽ എത്ര മക്കളാണ് മലയാള ഭാഷ പഠിക്കുകയാണെങ്കിൽ തന്നെ അവർ സാഹിത്യവും മറ്റു കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ള എത്ര പേരെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇനി ഒരു 20 വർഷം കൂടി കഴിഞ്ഞാൽ അതിൽ എത്ര മക്കളുണ്ടാകും? അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലും കൂടെ ഉള്ള ചിന്തകൾ നമുക്ക് തീർച്ചയായും ഉണ്ടാകണം. കുടങ്ങളെ കമിഴ്ത്തി വെച്ച് നമ്മൾ എത്രത്തോളം ഗഹനമായ മധുരമായ പാനീയങ്ങൾ ഒഴിച്ചാലും തന്നെ കുടം നിറയണമെന്നില്ല പ്രിയപ്പെട്ടവരെ. ആദ്യം കുടമൊന്ന് നിവർത്തി വെക്കുക തന്നെ വേണം.